ഇന്നത്തെ പരിപാടി വളരെ സ്പെഷ്യലാണ്. നമ്മളിന്ന് ഓണം അങ്ങോട്ട് ആഘോഷിക്കാൻ പോവാണ്. നമ്മുടെ കൂട്ടത്തിൽ 2 സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. കണ്ടോ, നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഓണത്തലേ ദിവസം സാധനങ്ങൾ മേടിച്ച് അലഞ്ഞു തിരിയുന്ന ഞങ്ങളെയാണ് നിങ്ങൾ കാണുന്നത്. ചെണ്ടമേളക്കൊട്ടി കളിയാണ്, മുല്ലപ്പൂവും ചൂടി വരവാണ്. നെവർ മൈൻഡ് ആണ് വെച്ചാൽ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും മോനെ സദ്യക്കൂട്ടങ്ങൾ ഒരുങ്ങാണ്, ഒന്നാട്ടെ തിന്നാട്ടെ ഒരുമിച്ച് നിന്നാട്ടെ. നമ്മൾ ഓണത്തിന് എല്ലാ സാധനങ്ങളും ഓടിച്ചാടി നടന്ന് മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഓണ ദിവസം കാണാട്ടോ. മുണ്ടെടുത്തേക്കാണ് മടക്കി കുത്തുന്ന ട്യൂട്ടോറിയലാണ് നമ്മൾ കാണുന്നത്. പറഞ്ഞു കൊടുക്കുക അമ്പിളി. ഇവിടെ ചെറിയൊരു വിറവ് കൊടുക്കുക. ഇതെന്താണ് തോർത്തിന്റെ കുറവുണ്ട് ഗൈസ്? തോർത്തിന് കുറവുണ്ടെങ്കിൽ അത് കൊടുത്തു വിട്ടേക്കാം നമുക്ക്. തോർത്ത് ഗൈസ് നമ്മള് തോർത്ത് തലേ കിട്ടുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. അതിരക്ഷമായ ഒരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടി കൃഷിക്കാരൻ ടണ്ടൻ. ഐസ് അമ്പിളിന്റെ ഒക്കെ ഒരു മാസം ആക്കാം കാണാം. അമ്പിളി കമോൺ 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 ലെറ്റ്സ് ഡു ഇറ്റ്. നമ്മൾ ഓണക്കേളികൾ, ഓണ ഫുഡുകൾ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ചെയ്തിരിക്കും. കമോൺ, നമുക്ക് ആദ്യം നമുക്ക് അരി കഴിയുമ്പോൾ ശുദ്ധമായ വെള്ളത്തിൽ അരി കഴിയുവാണ്. നമുക്ക് ആദ്യം തന്നെ അരി കഴുകാം. കൂട്ടങ്ങൾ ഒരുങ്ങാണ്, ഒന്നാട്ടെ തിന്നാട്ടെ ഒരുമിച്ച് നിന്നാട്ടെ. നമ്മൾ കിട്ടിയില്ല, ഒരു അടിപൊളി മേശ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ അടുപ്പ് വെക്കുന്നു. ഇവിടെയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഈ സ്ഥലം കാണിച്ചു കൊടുക്കുക ഗൈസ്. സ്ഥലം ഇവിടെ ഇത്രയും സ്ഥലമുണ്ട്. എഞ്ചിനീയർ ആയിട്ട് നമ്മുടെ ഡാഡി ഉണ്ട്. ഡാഡിനെ കാണിച്ചു കൊടുക്കുക. ഡാഡി എഞ്ചിനീയർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ അടുപ്പ് ഫിറ്റ് ചെയ്യാൻ പോണത്. തീ വന്നു. അവസാനം തീ വന്ന സ്ഥിതിക്ക് നമുക്കൊരു പച്ചല വെക്കാം. ഗൈസ് തീ വന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ പച്ചല വെക്കുകയാണ് ഇവള്. നമ്മള് പായസം ഉണ്ടാക്കാനുള്ള തെത്രപ്പാടിലാണ് കേട്ടോ. പാല പിരിഞ്ഞ മോളെ, ഇവിടെ യുദ്ധം. ഇളക്കാൻ വിളിച്ചാലും പിരിഞ്ഞു. കുറച്ച് ടൈമിങ് തന്നെ വിളിക്കുക, ഏത് സമയത്താണെങ്കിലും. പാല് കാച്ചണ്ട എടി, ഇതൊക്കെ ഇതാടി മറ്റേ കാച്ചുപ്പോ അടുപ്പിരുന്നു. കാച്ചണ്ടേ? തനിച്ചൊന്നും കാച്ചണ്ട ഇവിടെ മോളെ. ഇതൊക്കെ പോണുണ്ട് കേട്ടോ. അമ്പിളി ഇളക്കിയ സന്തോഷം. ഈ മ്യൂസിക് നിന്ന് കേൾക്കുന്നുണ്ടോ? അതായത് അമ്പിളി മോളെ കുറച്ച് ഡീസന്റ് ആയിട്ട് നടക്കണേ. അപ്പൊ ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന്. അതായത് ഞങ്ങൾ കുറച്ച് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്. അപ്പം നിങ്ങൾ ഞങ്ങളെ കാണാൻ നിങ്ങൾ പഠിക്കും ഞങ്ങൾ എങ്ങനത്തെ സ്വഭാവമുള്ളവരാണ്. ഞങ്ങളുടെ വൈബൊക്കെ നിങ്ങൾക്ക് കിട്ടി തുടങ്ങും. അപ്പോൾ അത് ഫസ്റ്റ് വ്ളോഗ് ആയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടണ്ട കേട്ടോ. ഉപ്പ് എടുത്തിട്ട് വാ. ഉപ്പല്ലേ നമ്മളെ ഉപ്പൊക്കെ അമ്പിളി നമ്മൾ ഉപ്പ് എടുക്കാൻ വിടാൻ പോവാണ്. ആട്ടി സാമർത്ഥ്യത്തോടെ മുണ്ടൊക്കെ മടക്കി കൊടുത്ത് ദേ പോണു നമ്മുടെ ഗായ്സ്. ആട്ടി സക്ക് ദേ പോന്നു. അപ്പൊ ഗൈസ് അമ്പിളി നമ്മളെ മോട്ടറാക്കി നമ്മൾ വിട്ടിട്ടുണ്ട്. അവള് പോയിട്ട് പായസം എടുത്തിട്ട് വന്നു. പായസം അല്ല, ഉപ്പ്. ഒരു അടുപ്പുണ്ട്. അടുപ്പില് സാമ്പാറും അവിയലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ മൊത്തത്തിൽ 3 അടുപ്പിലാണ് നമ്മളെ പരിപാടി ഇറങ്ങിയിരിക്കുന്നത്. 2 അടുപ്പ് മീൻസ് വിറക് വെച്ച് കത്തിക്കുന്നത്. ഇനി പറഞ്ഞാൽ ഗ്യാസിലൊക്കെ ആയിട്ട് നമ്മൾ കുക്കിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ആഞ്ഞ് പിടിച്ചിട്ട് നമുക്ക് പരിപാടി ഒന്നും കൂട്ടിമുട്ടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഡാഡിന്ന് നമ്മുടെ തോട് കണ്ടോ, നമ്മളെ പാത്രങ്ങളൊക്കെ കുറച്ച് ഡാമേജ് ആണ്. ഈ കഴുകാനൊക്കെ ഈ തോടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. എന്താണ് അവിടെ അത്ര വലിയ വിറ്റ് അവിടെ സംഭവിച്ചെന്താ കേക്കട്ടെ? കേട്ടാലൊന്നും ചിരിയില്ലടാ. എന്നാ പറഞ്ഞോ, എന്നാ നോക്കട്ടെ ചിരി വരുമെന്ന്. പൊടിപ്പ് കരാണ്ട് കുറച്ച് കല്ലെടുത്തോ, അത് ഇടാൻ പറഞ്ഞു. തോട്ടീന്ന് കഴുകൊണ്ടെന്ന് അങ്ങനെ യൂസ് ചെയ്യാന്ന്. അങ്ങനെയല്ല, നമ്മളത് നല്ലപോലെ പിന്നെയും കഴുകിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ് മഴ വന്നത്. മഴ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചോണ്ട് തന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു വാഴല വേണം. ഇനി നമുക്ക് വാഴല ഒപ്പിക്കാം.
കിട്ടില്ലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഫുൾ സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് എന്തായാലും ഓണം ഡ്രസ്സിൽ കാണാം. ലോകമെമ്പാടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ മാപ്പോടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. ഞങ്ങളുടെ അത്തപ്പൂക്കളം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അത്തപ്പൂക്കളം കാണിച്ചു തരാം. കണ്ട ഗൈസ്, നമ്മുടെ ഇവിടെ തന്നെ പറിച്ച് ഇട്ട പൂക്കളാണ്. നമ്മുടെ ഇവിടുത്തെ തന്നെ പൂക്കളാണ്, മേടിച്ച പൂക്കളല്ല, നാച്ചുറലായിട്ട് ഇവിടെ തന്നെ പറിച്ചിട്ട് ഇട്ട പൂക്കളാണ്. നമ്മൾ ഇനി നേരെ നമ്മളൊരു ഗെയിമിലോട്ട് കിടക്കണം. അടുത്ത് നമ്മൾ കളിക്കാൻ വന്ന ഗെയിമാ കസാരയിൽ കളിക്കാം. നമുക്ക് ആദ്യം അപ്പൊ ആര് ജയിക്കും നോക്കാം. ആദ്യം നമ്മുടെ ഈ ഗെയിമിൽ ആര് ഔട്ടാവുന്നു നോക്കാം. തുടങ്ങാൻ പോണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്താ അഭിപ്രായം ഈ ഗെയിമിനെ കുറിച്ച്? തല ഇറങ്ങി നന്നായിട്ടുണ്ട്. കസാര മാറ്റിട്ടോ. അപ്പൊ ഞങ്ങൾ ഒരു കസാര മാറ്റി. ഇപ്പൊ 3 കസാരയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ശരി ഗൈസ്, ഞാൻ രണ്ടാമത്തെ ഔട്ടായിട്ട് ഞാനാണ് ഔട്ടായിട്ട്. 3 പേരും കൊണ്ട് ആര് ജയിക്കും? നമ്മള് കളിച്ച് തന്നെ തീരുമാനിക്കുന്നു. കളി തീരുമാനിക്കും. ഇവിടെ ആര് ജയിക്കും നോക്കാം, നമുക്ക് ആരെ ജയിക്കാന്ന്. ഗൈസ് ഇവിടെ ആരും വിട്ട് പറയുന്നില്ല. ഞാൻ അമ്പിളിയോട് ചോദിക്കും ആര് ജയിക്കും. ഒറ്റ ബുദ്ധി, ഞാൻ ജയിക്കും. ഞാൻ ജയിക്കും. അതാണ്, നമുക്ക് നോക്കാം. കളി എന്താവുന്നു നമുക്ക് കണ്ടറിയിക്കാം. ആ അപ്പൊ ഗൈസ് മമ്മി ഔട്ടായി. അപ്പൊ ഗൈസ് ഇനി 2 പേരാണ്. അപ്പൊ ഗൈസ് ഈ നിമിഷത്തിൽ എന്താ വലിയ പറയാനുള്ളത്? കളിച്ചു തോറ്റു. ബുദ്ധി ജയിച്ചു. ശരി ഗൈസ്, അമ്പിളി പറഞ്ഞ അവള് ജയിക്കുന്നത് അതേപോലെ ജയിച്ചിരിക്കുകയാണ്. അപ്പൊ അടുത്ത ഗെയിം നിശ്ചയിക്കാൻ പോണ അമ്പിളിയാണ്. അപ്പൊ അമ്പിളിയാണ് നമ്മുടെ വിന്നർ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അമ്പിളിക്ക് ഒരു അഭിനന്ദനം കൊടുത്ത് നമുക്ക് ഒരു ചാട്ടം ചാടാം. അപ്പൊ നമ്മുടെ അടുത്ത റൗണ്ട് എന്താണെന്ന് നമ്മുടെ അമ്പിളി പറയുന്നതായിരിക്കും. സ്പൂൺ റൈസ്. അമ്പിളിയുടെ ആഗ്രഹപ്രകാരം നമ്മൾ സ്പൂൺ റൈസ് കളിക്കാൻ പോവാണ്. ഇതിൽ ഡാഡി ജയിക്കും. ഡാഡി ജയിക്കുമല്ലോ. വലിയ ഈ ഗെയിമിൽ ജയിക്കുവോ? നമ്മള് പിടിക്കുന്നതായിരിക്കും. വാശിയോടെ പോകുന്നുണ്ട്. ഇനി മമ്മിയോട് ചോദിക്കും. മമ്മി എന്താ പറയണു? എന്തായാലും ജയിക്കും. ഇപ്പൊ എല്ലാരും ജയിക്കുന്നുള്ള മൈൻഡാണ്. അമ്പിളി മാത്രം പോസിറ്റീവ് ജില്ലാണ് നിൽക്കുകയാണ്. ഇതിൽ ഡാഡി ജയിക്കാനാണ് സാധ്യത കൂടുതൽ. ഡാഡിയാണ് ജയിക്കുന്നുള്ള വാശിയോടെ പറഞ്ഞേക്കുന്നത്. നമ്മൾ അടുത്ത ഗെയിമിനുള്ള നാരങ്ങ സ്പൂൺ എത്തിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും മത്സരത്തിലോട്ട് കിടക്കാം. വലിയ പുതിയ സ്ട്രാറ്റജി. വലിയ ഇങ്ങനെ പിടിക്കണേ പോലും. പക്ഷെ ഞങ്ങൾ എങ്ങനെ കേട്ടോ, അതാകുമ്പോ പിന്നെ ജയിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ വെല്ലിയമ്മ അവിടെ പോയിട്ട് ഞാൻ നോക്കുമ്പോ കിലോമീറ്റർ കഴിഞ്ഞ് പൊക്കോണ്ടിരിക്കുക. വിജയ് നമ്മുടെ മമ്മിയാണ്. ഒരാള് പറഞ്ഞായിരുന്നു നമ്മൾ ജയിച്ചിരിക്കുന്നു. ആ കുട്ടീനെ ഇവിടെ കാണാനുണ്ടായിരുന്നു. അപ്പൊ ജയിച്ച ആളായ നമ്മുടെ മമ്മി പറയുന്നതായിരിക്കും അടുത്ത എന്ത് ഗെയിം കളിക്കണം. സുന്ദരിക്ക് പൊട്ടുകടല്. കിടിലം. അപ്പൊ ഇച്ചിരി വെറൈറ്റി ആയിട്ട് നമ്മൾ എസ്തെറ്റിക് ആയിട്ട് നമ്മൾ പിടിക്കാൻ വന്ന പരിപാടി എന്ന് പറഞ്ഞാൽ സുന്ദരിക്കല്ല, ഒരു മരത്തിലെ പൊട്ടൊട്ടിക്കലാണ് ഇന്നത്തെ ഗെയിം. ഇതാണ് നമ്മുടെ സുന്ദരി മരം. ഈ സുന്ദരി മരത്തിലെ കൃത്യം ഇവിടെ കൊണ്ടേ പൊട്ട് കുത്തുന്ന ആളാണ്
വിജയ്. നമ്മൾ ഇങ്ങനത്തെ പൊട്ടാണ് നമ്മള് മറ്റേ സൈസ് പൊട്ടല്ലേ, നമ്മള് ഒരു വെള്ള കളർ ഒരു സംഭവമാണ്. ഇതെന്താണ് നമ്മുടെ വല്യമ്മ പറഞ്ഞത്? എന്താണ് വല്യമ്മ ഇത്? 4 മണിപ്പൂവിന്റെ കായാണ്. ചന്ദനം പോലത്തെ പൊടിയാണ്. പരിപ്പെടുത്ത് വെള്ളം ഒഴിച്ച് കുഴക്കണം. ഓക്കെ, കാണിക്കുക കൈ കാണിക്ക് ഗൈസ്. ഇതാണ് നമ്മൾ തൊടാൻ പോകുന്നത്. ലെഫ്റ്റ് റൈറ്റ് റൈറ്റ്. ഡാഡി കുത്തിയിട്ടുണ്ട്. ഡാഡി അയച്ചു നോക്കിയോ? ഡാഡി കുത്തിയത് ഇവിടെയാ. വലിയ മീൻ നമുക്ക് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ആഞ്ഞ് കെട്ടുവാണ് നമ്മള്. തൊട്ട് നമ്മള് വെക്കാൻ പോവാണ്. പൊട്ട് വെക്കാൻ പോവാണ്. വെച്ച എവിടെയാന്ന് വെച്ചോ. ആഞ്ഞൊരു പൊട്ട് കുത്തിയിട്ടുണ്ട്. കണ്ണു തുറക്കാം. ഡാഡി ഇവിടെ പൊട്ട് കുത്തി, വല്യവി ഇവിടെ പൊട്ട് കുത്തി. ഇനി അടുത്തോട്ട് ഒരാള് പോകും. അത് ശരിയാട്ടോ. വല്യവി നല്ലൊരു ഗെയിം കളിച്ചു. നമുക്ക് മികച്ച കൈയടി കൊടുക്കാം. കാണാവുന്ന രീതിയിൽ തന്നെ കെട്ടുന്നു. കാണാം ഇതിലെ തന്നെ കെട്ടുന്നു. കെട്ടിക്കോ. ഓക്കെ, എടുത്തിട്ടുണ്ട്. ചെന്റെ മേലെ കൊട്ടി കളിയാണ്, മുല്ലപ്പൂവും ചൂടി വരവാണ്. എത്തിയിരിക്കുന്നു. കറക്റ്റ് വെച്ചോളൂ പൊട്ട്. അയ്യേ, അത് ഓട്ടക്കല്ല് വെച്ച് നോക്കിയത്. എന്തു ടൈപ്പായ ഇവിടെ പോയി വെച്ചേക്കുന്നു. അത് ഫോള് ഇല്ല, അത് അമ്മ ഡിസ്ക്വാളിഫൈ ആയിക്കണേ. ഫൗള് കാണിച്ചിരുന്ന ഒരു ഒറ്റ കുറ്റത്തില്. അമ്പിളി കെട്ടിയിട്ടുണ്ടെങ്കിൽ അമ്പിളിക്കുള്ള ഇത് കൊടുക്കും. മക്ഷി കൊടുക്കാം. നേരെ ആയിരിക്കും. കുത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി തുറന്നു നോക്കാം. തുറന്നോ. പാഞ്ഞു പിടിച്ചു പോവാൻ പോവാണ്. എന്റെ അതേറ്റ് പക്ഷെ നോക്ക്, ഞാൻ അടുത്തേലും കുത്തിയിട്ടുണ്ട് അല്ലേ. സത്യസന്ധമായിട്ട് ഈ ഗെയിം കളിച്ചത് ഞാനാണ്. അപ്പൊ ഇതിലെ വിജയി ഞാനാണ്. നമ്മുടെ ഗെയിം സക്സസ്ഫുള്ളി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സുന്ദരിക്ക് പൊട്ടുകൾ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ഞാൻ ജയിച്ചു. അപ്പൊ ഇനി എന്റെ അവസരമാണ് എന്ത് ഗെയിം കളിക്കണം എന്ന് പറയാൻ. അപ്പൊ ഞാൻ നല്ല ക്ലാസിക് ആയിട്ടുള്ള വട്ടംവലിയാണ് നമ്മളിപ്പോ കളിക്കാൻ പോകുന്നത്. നമുക്ക് ടീം സെലക്ട് ചെയ്യാം. എങ്ങനെ ടീം? ഞങ്ങള് 3 ടീം. ഓ, അപ്പൊ അപ്പൊ നമ്മളെ ജെൻസി കിഡ്സ് മൊത്തം ഒരു ടീമും 90s കിഡ്സ് മൊത്തം ഒരു ടീമിലോട്ട് മാറിയിരിക്കാണ് ഇപ്പോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ജെൻസി കിട്ടാണ് ഇപ്പൊ ജയിച്ചിരിക്കുന്നത്. 3 വരെയായിട്ട് നമ്മൾ രണ്ടാമത്തെ റൗണ്ടിലോട്ട് കിടക്കുകയാണ്. 2 കിടക്കാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. രണ്ടാമത്തെ കാഴ്ച വെച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ പഠിക്കും. 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ഗായ്സ്, നമ്മള് വടംവലി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നല്ല മികച്ച വിജയം കാഴ്ചവെച്ചിരിക്കുന്നത് ഇവിടെ. സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആകെ 2 പേരുള്ളൂ. ലോകം ഫസ്റ്റ് വന്ന ആൾക്കാര് മാത്രമേ ഓർമ്മ വെക്കത്തുള്ളൂ. രണ്ടാമത് നാളെ മറന്നു. അത് ശരിയാ, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സദ്യ കഴിക്കേണ്ട സമയം. നമ്മൾ ഓണസദ്യ കഴിച്ചു തുടങ്ങുവാണ്. നല്ല കിടിലം സദ്യ. സദ്യ അടിപൊളി. ഞാൻ കഴിച്ചു നോക്കി, നൈസാണ്. ശരിക്കും സദ്യ കഴിക്കുന്നതിലല്ല ഓണം. പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞ് എല്ലാവരും ഇപ്പം പൊട്ടിച്ചിരിച്ച് ഒരുമിച്ചിരുന്ന് ഈ സദ്യ കഴിക്കുമ്പോഴാണ് ഈ സദ്യക്ക് ടേസ്റ്റ് വരുന്നത്. അപ്പൊ ഇതുപോലെ ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. എല്ലാ ഫുഡും കഴിച്ചു കഴിഞ്ഞു. ഇപ്പൊ അമ്പളിയാണ് ലാസ്റ്റ് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ലേറ്റ് ഹീറ്റർ ആയിട്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു കേട്ടോ. നമ്മൾ മറ്റേ ഊഞ്ഞാലില്ലേ ഈ കാണുന്നത്, ആ ഊഞ്ഞാൽ നമുക്ക് കൈ കിട്ടിയിട്ടില്ല.
നമ്മളതുകൊണ്ട് നമ്മൾ കടന്നാടുന്ന ഒരു വെറൈറ്റി ഊഞ്ഞാലാണ് നമ്മൾ ഇപ്രാവശ്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ല ഒരു തോട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പൊ ഓണത്തിന് തന്നെ നമ്മൾ ആ പരിപാടി ചെയ്തില്ലെങ്കിൽ അതിന് എന്താ അർത്ഥം? അതുകൊണ്ട് നമ്മൾ ഉള്ളത് കൊണ്ട് അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുക. ഇതേപോലെ ഇല്ലാത്തവർക്ക് വിഷമിക്കാതെ ഉള്ളത് കൊണ്ട് അടിച്ചു പൊളിച്ചാൽ ഓണം ആഘോഷിക്കുക കേട്ടോ. ഡാഡിയാണ് ആദ്യം ഊഞ്ഞാലാടാൻ പോണത്. ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ. പാട്ട് വേണം വിളിക്കാം. വലിയ പാടിക്കോ. വലിയ പാട്ട് പാടാൻ പറഞ്ഞപ്പോ പാടും. ജനഗണമന നാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ. ഇതാ കേറിയിട്ടുണ്ട്. ഈ ഐറ്റിൽ പോയിട്ട് ആ ഐറ്റിലെത്തും. അങ്ങനെ ആടുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക. പിന്നെ മറക്കാണ്ട് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് എത്ര പെട്ടെന്ന് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടിക്കണം. ഗോൾഡൻ പ്ലേ ബട്ടൺ വാരണം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും മറക്കാതെ ലൈക്ക് അടിക്കുക. ഞങ്ങളുടെ ഓണ സെലിബ്രേഷൻ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുവാണ്. അപ്പൊ ഓണപ്പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പൊ അടിപൊളിയാണ് നിങ്ങളും പറ. അപ്പൊ എല്ലാം ലൈക്ക് അടിക്കട്ടോ. അപ്പൊ ബൈ, അടുത്ത വീഡിയോ കാണാം. ബൈ.